അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് റഷീദ് ഉമ്മക്ക് അങ്ങനൊരു തിരിച്ചടി ഏറ്റത്. അഹങ്കാരത്തോടെ വാണിരുന്ന റഷീദ് ഉമ്മ സ്വന്തം ഭർത്താവിനെയും മകനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി. മാത്രമല്ല മകളെയും. അത്യാവശ്യത്തിന് കുറച്ച് ക്യാഷ് ചോദിച്ചിട്ട് അതുപോലും കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു റഷീദ് ഉമ്മ. സ്വന്തം ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ക്യാഷ് ചോദിച്ചിട്ട് ഒരിക്കൽ പോലും തരില്ല എന്നുള്ള ഉത്തരമായിരുന്നു അവർ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പിതാവും അങ്ങേയറ്റം വിഷമിച്ചു. അത്യാവശ്യത്തിന് വേണ്ടി അല്പം പണം, അതുപോലും ഞാൻ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിൽ നിന്ന് ലഭിക്കുന്നില്ലല്ലോ എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും വല്ലാതങ്ങ് ചടച്ചു. തൻ്റെ ഭാര്യയോടുള്ള ആ ഒരു വിശ്വാസവും സ്നേഹവും എല്ലാം നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുകയാണ്. നിരന്തരമായുള്ള തന്നെ ഗൾഫിലേക്ക് പറഞ്ഞയക്കുവാനുള്ള തിരക്ക്. ദേ മനുഷ്യ, ഇവിടെ നിന്നുകൊണ്ട് എന്ത് കിട്ടാനാ? നിങ്ങൾക്ക് അവിടെ പോയിക്കൂടെ? ഇവിടെ ഈ പീടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു കാര്യമുണ്ടോ? നിരന്തരം തൻ്റെ ഭാര്യയുടെ ആ ഒരു വാക്കുകൾ ഇനിയൊരിക്കലും കേൾക്കാനാവില്ല. മകന് വേണ്ടി വാങ്ങിയ ആ ഒരു ക്യാഷ് അത് തിരിച്ചടക്കണം, എല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹവും പറന്നകന്നു. എന്നാൽ ഇന്ന് ക്യാഷിന് വേണ്ടിയാണ് റഷീദ് ഉമ്മ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് പെട്ടെന്നുണ്ടായ ആ ഒരു ആഘാതം, തൻ്റെ 5 പവൻ്റെ മാല മോഷ്ടിച്ച് വലിച്ചു കൊണ്ടുപോയ ആ ഒരു സ്ത്രീ എന്താണെന്നോ ഏതാണെന്നോ അറിയുന്നില്ല. കേസ് കൊടുക്കാൻ പേടിയാണ്. പോലീസ് വരും, ഫുൾ ചെക്കിംഗ് ആയിരിക്കും, പിന്നെ എൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും എന്നുള്ള യാഥാർത്ഥ്യം അത് റഷീദ് ഉമ്മക്ക് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മരുമകളെ വിളിക്കുന്നു. ഷാഹിന, എന്താ ഉമ്മ നിങ്ങൾ ഉറങ്ങാത്തത്? ഷാഹിന, എനിക്ക് ബേജാറാണ്, എനിക്ക് പേടിയാണ്. എന്തേ? ഉപ്പാനോട് വരുത്തണോ? സിനുവിനെ വരുത്തണോ? അത് ചിലപ്പം വേണ്ടി വരും. ആഹാ, എല്ലാവരെയും ആട്ടിപ്പായിച്ച് പുറത്താക്കിയിട്ട് എന്തിയപ്പോൾ? ഉമ്മ, നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. വിപത്ത് വരുമ്പോൾ, ആപത്ത് വരുമ്പോൾ, നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ സ്വന്തം ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരിക്കലും പണം മാത്രം ഉണ്ടായിട്ടൊരു കാര്യമില്ല. ഉമ്മ, നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ഇട്ട് മൂടാനുള്ള പണം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അല്ലേ? ഈ കണ്ട തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന തെങ്ങിൻ്റെയും റബ്ബറിൻ്റെയും വരുമാനം, ആ ഒരു കാര്യങ്ങൾ മുഴുവൻ കയറുന്ന നിങ്ങൾ അക്കൗണ്ടിലേക്കാണ്. നിങ്ങൾക്ക് പണം കുറേ ഉണ്ട്. ഇനി ഉപ്പാൻ്റെ പണത്തിന് വേണ്ടി കാത്തിക്കാണ്. ഉപ്പ അത്യാവശ്യ ഘട്ടത്തിൽ കുറച്ച് പണം ചോദിച്ചിട്ട് കൊടുത്തതുമില്ല. ഉമ്മ, എന്താ നിങ്ങൾ ബന്ധങ്ങൾ ഒഴിവാക്കിയിട്ട് കുറേ പണം ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്? ഉപകാരപ്പെടുന്ന സന്തോഷം സമാധാനം നിങ്ങൾക്ക് കിട്ടണില്ലല്ലോ. ഷാഹിന, എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ, ഇതിനപ്പോൾ കളിയാക്കല്ലേ. എനിക്ക് അതിൻ്റെ ബേജാറാണിപ്പോൾ. ഇന്നെ ആരോ ചങ്ക് പിടിച്ച് നിൽക്കാൻ വന്നിക്കണേ, എൻ്റെ മാല പിടിച്ച് വലിച്ച് കൊണ്ടുപോയിക്കണേ. എനിക്ക് മരിക്കേണ്ടതേനു, ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് കിട്ടിയതാണ്. ഉമ്മ, അങ്ങനെയൊക്കെ ഉണ്ടാവും. വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. ആണുങ്ങളൊക്കെ പറഞ്ഞേച്ചില്ലേ, നിങ്ങളെ പുന്നാര മോനുണ്ടല്ലോ, നിങ്ങൾ പോറ്റി വളർത്തി വലുതാക്കിയ പൊന്നു മോനെ, അതിന് വരെ നിങ്ങൾ ആട്ടി പറഞ്ഞയച്ചു. കള്ളനെന്ന് വിളിച്ച് കള്ളനാക്കി. ആളുകളുടെ ഇടയിൽ, പോലീസ് സ്റ്റേഷനിൽ എല്ലാവരുടെ ഇടയിലും ഓന് കള്ളനാണ്, കൊലപാതകിയാണ്, അതുപോലെ വഞ്ചകന്, പെണ്ണുപിടിയൻ, അങ്ങനെ പല രീതിയിലും സിനാന് പേര് വരുത്തി. സ്വന്തം പെറ്റമ്മ ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടമ്മ? ഇതൊക്കെ പഠിച്ചോ പൊറുക്കുമോ? ഷാഹിനിയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഉമ്മാക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവർ വിറക്കുന്ന പോലെ. ഉമ്മ, എന്തായി ഇപ്പം? നിങ്ങളെ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ടാവും? അത് കുറേ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ ബന്ധങ്ങൾ, നിങ്ങൾ സ്വന്തം പ്രസവിച്ച മക്കൾ, 2 മക്കളെയാണ് നിങ്ങൾ ഇവിടെ നാട്ടി വിടുന്നത്. ആ മോൾട്ടിത്തെ വന്നപ്പോൾ ഒരു നല്ലൊരു വർത്താനം, ഇന്നിവിടെ നിന്നിട്ട് നാളെ പോവാം. ഉമ്മ, ഒരു വാക്കെങ്കിലും നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾക്ക് നിങ്ങളെ ഈ കൊട്ടാരം പോലത്തെ വീട് കേടുവരുന്നതും അതുപോലെ ഇവിടുത്തെ സാധനങ്ങൾ നശിപ്പിക്കുമോ എന്നുള്ള പേടി. ആ മക്കൾ, അതാണ് നിങ്ങളെ മക്കളെ വരെ ഇവിടെ നിർത്താത്തത്. ഉമ്മ, ഒരു സത്യം കൂടി എനിക്ക് അറിയാണ്ട്. ഷാഹിന ചോദിക്കുന്നു. എന്താ? സത്യം പറയും, നിങ്ങൾക്കൊരു പേരക്കുട്ടി ഉണ്ടാകാൻ നിന്നായിരുന്നല്ലോ അല്ലേ? മുഹ്സിനക്ക്
ഗർഭിണിയായിരുന്നില്ലേ ഓള്? ഓളെ നിങ്ങൾ എന്ത് കരുതിയിട്ടാ അങ്ങനെയൊക്കെ ചെയ്തത്? എങ്ങനെ? അല്ല, നിങ്ങൾ മരുന്നെന്തോ കൊടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു. നിങ്ങൾ പറഞ്ഞത് സിനാന് പറഞ്ഞതാണെന്നാണ്. ഉമ്മ, സത്യമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയോ ദുരൂഹതകളൊക്കെ ഇതിലുണ്ടല്ലോ. ഷാഹിന, ഇജ്ജ് മുണ്ടാതെ നിൽക്കിപ്പോൾ. ഇപ്പം അതിൻ്റെ നേരല്ല. എനിക്കെൻ്റെ മാല എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം. അതിനെങ്ങനെങ്കിലും ഒന്ന് പോയി നോക്ക്. ആ CCTV-യിലൊക്കെ ഒന്ന് നോക്കാം. എനിക്ക് കയ്യും കാലം കഴിഞ്ഞിട്ട് നോക്കാനും കഴിയണില്ല. ഉമ്മ, CCTV അത് ഓണാണോ ഓഫാണോ നിങ്ങൾ നോക്കിക്കണോ? അത് ഓണല്ലാതെ ഒന്ന് പോയി നോക്കിക്കാളി. വേണ്ട, എനിക്ക് കഴിയൂല. എന്നെ കൊല്ലാൻ വന്നതാണ്. ആരൊക്കെ പ്ലാൻ ചെയ്തതേ പോലെ എനിക്ക് തോന്നുന്നത്. ഉമ്മ, അതൊക്കെ ഉണ്ടാവും. ആളുകൾ കണ്ടറിയും വീട്ടിൽ ആരൊക്കെയാണുള്ളത്, ആരൊക്കെയാണ് ഇവിടെ ചുറ്റുഭാഗത്തൊക്കെ നിൽക്കുന്നത് ഒക്കെ കണ്ടറിയാനും അടയാളം വെക്കാനും പല സംഘങ്ങളും ഇറങ്ങിക്കണം. ഇപ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കണോലൊക്കെ ഒരുപാട് സ്വത്ത് മുതലുള്ളവരെ ഒക്കെയാണ് അവർ പിടിക്കുക. അതിൽ പെട്ടതാണ് നിങ്ങൾ. ഇവിടെ ആൺതരിയായിട്ടും ആരെങ്കിലും ഉണ്ടോ? ഞാനും നിങ്ങളല്ലേ വലിയൊരു വീട്ടിലുള്ളത്. ഷാഹിന, ഇഞ്ഞും പേടിപ്പിക്കല്ല, കാര്യം പറയാണ്. എന്താ ഉമ്മ, ഇഞ്ഞെങ്കിലും നിങ്ങൾക്കൊന്ന് നന്നായിക്കൂടെ? ചെയ്ത തെറ്റിനൊക്കെ തൗബ ചെയ്തിട്ട് നിങ്ങൾക്ക് മടങ്ങിക്കൂലേ? അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഈ മുതലും സ്വത്തൊന്നും ഒരു കുട്ടിക്കും ഞാൻ വിട്ടു കൊടുക്കൂല കേട്ടോ. എനിക്ക് അതെന്നല്ല ഇടങ്ങാറ്. എൻ്റെ കൗത്തത്തെ ആ മാല പോയതാണ്. എൻ്റെ കൗത്തുണ്ടില്ല ഇവിടെ ആകെ മുറിയേക്കണ് പിടിച്ച് വലിച്ചിട്ട്. ഞാനത് ആരോടാ പറയാം? ഉമ്മ, പോലീസിനോട് പറഞ്ഞതായിരുന്നല്ലോ. നിങ്ങളത് കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ച് പറയാൻ പറഞ്ഞതല്ലേ. ഞാൻ ഇതിലൊന്നുമില്ല റോള്. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങോട്ട് വരും പോലീസ്, നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓരോന്നായി ചോദിക്കും. സത്യം മാത്രം പറഞ്ഞാൽ രക്ഷപ്പെടാം. ഇനിയും ഉമ്മ കളവ് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളായി മാറും. പറഞ്ഞില്ല എന്ന് വേണ്ട, ഞാൻ നിങ്ങളൊരു മരുമകളായിട്ടാണ് പറയുന്നത്. നിങ്ങളോട് കുറച്ചെങ്കിലും സ്നേഹം. കാരണം സിനാനെ പറ്റി ഉമ്മയല്ലേ. അതുകൊണ്ട് ഷാഹിന ഉമ്മയെ വല്ലാതെ അങ്ങ് സോപ്പിട്ട് നിർത്തി. അങ്ങനെ മനസ്സൊക്കെ മാറി വരട്ടെ. കുറച്ചൊക്കെ ഒക്കെ ഒന്ന് തെളിയാണ്ട്. പക്ഷെ ഒന്നും പുറത്ത് വിടണില്ല. മെമ്മറിയിൽ അവിടെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. ഇപ്പോഴും ആ ആഭരണത്തിൻ്റെ സഞ്ചി അവിടെ വിറക് വരില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഷാഹിന, എന്തോ ഉമ്മ? ഞാൻ കിടക്കാൻ പോട്ടിട്ടോ. ഇന്നിപ്പോൾ ഏതായാലും ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ നാളെ എനിക്ക് പോകേണ്ടി വരും. നാളെ ജിന്നെ വിട്ടിട്ട് പോവുക? പിന്നെ ആരാ? എനിക്ക് നിങ്ങളെ നോക്കിക്കാൻ പറ്റൂലല്ലോ. എനിക്ക് എൻ്റെ അസുഖം കാര്യങ്ങളൊക്കെ ഡോക്ടറെ കാണിക്കലും ഇതൊക്കെ ആവുമ്പോഴേ എനിക്ക് നിങ്ങളെ മാത്രം നോക്കിക്കാൻ കഴിയൂലല്ലോ. ഉമ്മ, കുറച്ചൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഉമ്മമാർക്ക് ഉപ്പമാരും ഉപ്പാർക്ക് ഉമ്മാരും ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇരുന്ന് നല്ലൊരു ജീവിതം നയിക്കലായിരിക്കും. ആണ കാലത്ത് ഒരു കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കി പൈസ ഒക്കെ ഉണ്ടാക്കും. പിന്നെ കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ ഉമ്മയും ഉപ്പയും ഇങ്ങനെ നല്ല ആശ്വാസത്തോടു കൂടി സംസാരിച്ച് നിൽക്കണേ അതാണ് പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഉമ്മ, പറ്റ മോശമായിട്ടോ നിങ്ങൾ ചെയ്തത്. എന്തിടി? അല്ലേ, നിങ്ങൾ ഉപ്പാനെ വീണ്ടും ആ ജോലിക്ക് വേണ്ടി പറഞ്ഞയച്ചത് പറ്റ മോശമായി. കാരണം അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നിങ്ങൾ അനുഭവിക്കാൻ ഒരു 5 പൈസ കൊടുക്കണില്ലല്ലോ. അദ്ദേഹത്തെ ഇടങ്ങാറാക്കുക. ഷാഹിന, അതിനെക്കുറിച്ചൊന്നും ഉണ്ടല്ലപ്പോൾ. ഉമ്മ അതിനൊന്നും സമ്മതിക്കുന്നേ ഇല്ല. ഇപ്പോഴും അഹങ്കാരത്തിനൊരു കുറവില്ല ഷാഹിന വിചാരിക്കുന്നു. എന്തായാലും വേണ്ടില്ല, കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞേ പറ്റൂ. ഇനിയും ഇത് ഒളിച്ചു വെച്ചാൽ സംഭവം നടക്കൂല. കാര്യങ്ങളൊക്കെ എല്ലാത്തിൻ്റെ ഏജൻറ്റ് ഉമ്മ തന്നെയാണ്. പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ പോകുന്ന രംഗം പിറ്റേ ദിവസം രാവിലെ അതാ പണികളെല്ലാം പെട്ടെന്ന് അവൾ കഴിച്ച് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ഉമ്മ, എന്നാൽ ഞാൻ പോയിട്ട് വരാട്ടെ, എൻ്റെ റിസൾട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല. നേരെ അതാ മുഹ്സിനയുടെ വീട് ലക്ഷ്യമാക്കിയാണ് അവൾ പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഷാഹിന, ഇയ്യ് പോവല്ലേ? എന്തേ? ഇയ്യ് പോയാലേ എന്നെ കൊല്ലും. ആര് കൊല്ലുക? നിങ്ങളാരും കൊല്ലാനൊന്നും വരൂല. എന്നെ ഇന്നലെ കാട്ടിയതിച്ച് മറന്നോ? ഉമ്മ, ഞാൻ പറഞ്ഞില്ല സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്ന്. നിങ്ങൾ സമ്മതിക്കായിട്ടല്ലേ വീണ്ടും? എനിക്ക് നിങ്ങളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ അവിടെ കഴിയോ? ഷാഹിന, പോലെ മോളെ, എനിക്ക് ആരുമില്ല. ആഹാ, ആരും ഇല്ലാതാക്കിയത്? അത് ഞാൻ ശരിക്കും ആ ഉമ്മാക്ക് സംസാരിക്കുവാൻ വരെ കഴിയാത്ത പോലെ. പഠിച്ചോനെ, എത്ര ഉള്ളൂ മനുഷ്യന്മാരെ സ്ഥിതി. എത്ര അഹങ്കരിച്ച് നടന്നതാണ്. ഒന്ന് മാല പിടിച്ച് വലിച്ചപ്പോത്തിന് അതിൻ്റെ ഇത് കഴിഞ്ഞേക്കണ്.
ഹോ, ഇത്രേ ഉള്ളൂ മനുഷ്യൻ. ഇത്ര നിസ്സാരക്കാരനാണ്. എന്നിട്ടാണ് റബ്ബെ ഇത്രയും വലിയ കളികളൊക്കെ ഇവിടെ കളിച്ചത്. എനിക്ക് ആലോചിക്കാൻ കഴിയില്ല. ഉമ്മ എനിക്കിവിടെ നിന്നാൽ പറ്റൂല, എനിക്കെൻ്റെ കാര്യങ്ങൾ കുറച്ച് ചെയ്യാണ്ട്. ഷാഹിന ഇജ്ജ് പോലെ ഉമ്മ, തൽക്കാലം ഞാൻ ഒരു ഐഡിയ കാട്ടിത്തരാം. നിങ്ങളവിടെ പൂട്ടിയിടാം. പുറത്തേക്ക് പൂട്ടി ഞാൻ പോയിക്കോളാം. എന്താ കുട്ടിജി പറഞ്ഞത്? ഔത്താരെങ്കിലും ഒളിച്ച് നിൽക്കുന്നുണ്ടെങ്കിലോ? ഇപ്പം എന്താ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുക? ഉണ്ട് തോന്നുക. ഔത്തൊക്കെ ആരൊക്കെ ഉണ്ട്, എന്നെ പിടിക്കാൻ വരുന്നുണ്ട് തോന്നുക. ഇജൊന്ന് നോക്കാം, അകത്തെ കട്ടിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് ടോർച്ചടിച്ച് നോക്ക്. ഷാഹിനക്ക് ചിരിയാണ് വന്നത്. എന്താ റബ്ബേ ഈ ഉമ്മക്ക് ഇത്ര പെട്ടെന്ന് ലെവൽ തെറ്റിയോ? ഉമ്മ ഇവിടെ ആരുമില്ല, ഞാനിന്ന് പോയിട്ട് വരാം. ഷാഹിന ഇജ്ജ് എവിടേക്കാ പോണത്? ഞാൻ പറഞ്ഞതല്ല നിങ്ങളോട്, എന്താണിത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കല്ലേ? എൻ്റെ റബ്ബേ ഉമ്മ, കുറേ നിങ്ങൾ ആൾക്കാരെ കടുപ്പം കാട്ടിയില്ലേ, കുറേ കണ്ണീര് കുടിപ്പിച്ചില്ല നിങ്ങൾ. അപ്പോഴൊന്നും ഉമ്മതൊന്നും വിചാരിച്ചില്ലേ എനിക്ക് ദുനിയാവിൽ ഇങ്ങനത്തെ ശിക്ഷ വരാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളത്? ഇപ്പം നിങ്ങൾക്ക് എന്താ തോന്നണത്? എന്നെ ആരൊക്കെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, അകത്ത് ആരൊക്കെ ഒഴിച്ച് നിൽക്കുന്നുണ്ട്, എന്നെ കൊല്ലാൻ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുകയാണ്. ഒറ്റയ്ക്ക് നിൽക്കണ പൂതി കേട്ടോ അപ്പം നിങ്ങൾക്ക്? നന്നായി അല്ലേ? പെര നിറച്ച ആളായിരുന്നു ഇവിടെ. മുഹ്സിന മരുമകൾ, മോന് സിനാന്, ഉപ്പ, മോൾട്ടി മക്കളും എല്ലാത്തിനെയും കണ്ട് തൂക്കി എറിഞ്ഞ പോലെ ആയില്ലേ? സിനാൻ്റെ കാല് വെട്ടുന്നല്ല പറഞ്ഞ നിങ്ങൾ അകത്ത് കയറിയാൽ. എൻ്റെ കുട്ടിഞ്ഞ് വരുമോന്നാവോ? നിങ്ങളെ കുട്ടിയായി. അതുവരെ ഓനെ ചതിയനെ വഞ്ചകനെ കൊലപാതകി അതായിരുന്നു. ഇപ്പം നിങ്ങളെ കുട്ടിയോ? ഇനി നിങ്ങളെ കുട്ടീനെ കിട്ടൂലമ്മ. കുട്ടിയൊക്കെ എത്തേണ്ടടുത്ത് എത്തിയില്ലേ? എവിടേക്കോ പോയത്? ഓലൊക്കെ പോയില്ലേ, ഇനിയൊന്നും കിട്ടൂല. അതേ ഉമ്മ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ മുഹ്സിനാനും സിനാനും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ല അല്ലേ? അതല്ല നിങ്ങളെ മെയിൻ പ്രശ്നം. മുഹ്സിൻ ഇവിടെ പണിയെടുത്തുകൊണ്ട് ഇവിടെ നിൽക്കണം, അതുപോലെ തന്നെ സിനാനായിട്ട് അടുക്കാനും പാടില്ല. അതല്ലേ നിങ്ങളെ മെയിൻ ഉദ്ദേശതല്ലായിരുന്നോ? അമ്മ സത്യം പറയും, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ കുട്ടിനെ ഇല്ലാതാക്കിയത്? എത്ര ആകാംക്ഷയുടെ പ്രതീക്ഷയോടെ അവർ കാത്തു വെച്ചുണ്ടായ കുഞ്ഞായിരിക്കും അത്. 1.5 അല്ലെങ്കിൽ 2 മാസത്തോളമായ കുഞ്ഞിനെ നിങ്ങളങ്ങനെ ചെയ്തത് ശരിയാണോ? നിങ്ങൾ എത്ര വലിയ കുറ്റമാണ് ചെയ്തത്. പടച്ചോൻ പൊറുക്കും നിങ്ങളോട്. ആ പെണ്ണ് പോലും അറിയാതെ നിങ്ങൾ ആ ഗുളിക ആ പെണ്ണെടുത്ത് കൊടുത്തപ്പോൾ പാവം പെണ്ണ് വൈറ്റമിൻസിൻ്റെ ഗുളിക എന്ന് കരുതി കഴിച്ച് എന്താ ആശാ വർക്കറോ ഹെൽപ്പറോ തന്നെന്നൊക്കെ പറഞ്ഞ് കുടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയമ്മ അങ്ങനെയൊക്കെ? നിങ്ങളെ മനസ്സ് എന്താണിത്? കസ്വത്തുൽ കൽബോ? ആർക്കെങ്കിലും ഒരു ജീവനാണ് നിങ്ങൾ നശിപ്പിച്ചത്. അവരെത്ര ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കായിരിക്കും ഒരു കുഞ്ഞിൻ്റെ ഒരു ജനനത്തിന് വേണ്ടിയിട്ട്. അതാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. ഉമ്മ, നിങ്ങളെ മനസ്സെന്താ ഇങ്ങനെ? തൻ്റെ മരുമകളുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ റഷീദ ഉമ്മക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. തന്നെ തുറച്ചു നോക്കുകയാണ് റഷീദ ഉമ്മ. എനിക്ക് പേടിയാണ് നിങ്ങളെ നോട്ടം കണ്ടിട്ട്. നിങ്ങൾ ഇന്നെ തന്നെ വിഴുങ്ങും തോന്നണ്. അതെ, ഞാനായതുകൊണ്ട് ഇവിടെ നിൽക്കണം. ബാക്കിയുള്ളവരാണ് ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടാവും. നിങ്ങളെ പറഞ്ഞ വർത്താനം എന്തൊക്കെയാണ്? ആർക്കോ ഫോൺ ചെയ്യാണ്, വർത്താനം പറയണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ? ഈ സമയത്ത് പകരം വീട്ടണമെങ്കിൽ നിങ്ങളെനിക്ക് ഇവിടെ പകരം വിട്ട് ഇവിടെ കെട്ടിയിട്ട് തല്ലണം നിങ്ങളെ. പക്ഷേ ഞാനായതുകൊണ്ട് അത് നിൽക്കണില്ല. എനിക്ക് ആ പ്രവൃത്തി വേണ്ട, ഇഷ്ടമല്ല. എന്തിനാണ് ഒരാൾ ഇടങ്ങാറാക്കണത്? റഷീദ ഉമ്മ, അതെ, നിങ്ങളെ പരിപാടി നിങ്ങൾ ചെയ്ത പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേദനയേറിയതാണ്. ഉപ്പാനെ നിങ്ങൾ വിഷമിപ്പിച്ചു. നിങ്ങളെ ഭർത്താവിനെ, നിങ്ങളെ നിക്കാഹ് കഴിച്ചു കൊണ്ടുവന്ന ഭർത്താവിനെ നിങ്ങൾ ഗൾഫിലേക്ക് കണ്ട് പറഞ്ഞയച്ചു. ഒരു 5 പൈസ സഹായത്തിന് കൊടുക്കാതെ നിങ്ങളെ മോനെ നിങ്ങളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. മക്കളോടും കയറരുതെന്ന് പറഞ്ഞു. എന്താ പിന്നെ നിങ്ങളൊക്കെ നിലവാരം? നിങ്ങൾക്ക് ആരാ ഉള്ളത്? മരുമകളെ ഗുളിക കൊടുത്തിട്ടും അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടും ഓളെ ശരീരം കണ്ട് കേട് വരുത്തി. നിങ്ങൾ ഒരിക്കലും ഈ വീട്ടിലേക്ക് പറഞ്ഞയക്കരുതെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശമൊക്കെ. ഷാഹിന, എന്നോട് പാരതൊക്കെ പറയാൻ പറഞ്ഞത്? ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞെന്നെ ഓരോന്ന് ദേഷ്യം പിടിപ്പിക്കണ്ട ഉമ്മ. ദേഷ്യം വരുന്നുണ്ടല്ലേ? ഇത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തേ തോന്നിനോ? ഇതൊക്കെ ഉമ്മ എല്ലാവരും മുമ്പിൽ ഞാൻ പറയും. സത്യം എണ്ണി റഷീദ ഉമ്മ പറയേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കണത്. എല്ലാവരും അറിയണം. ഇതേ മുഹ്സിനൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഞാനത് പറയാൻ പോണത്. ഷാഹിന പോലെ. എന്താ ഉമ്മ നിങ്ങൾക്ക് ഇത്ര പേടി? നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നല്ലേ? ഷാഹിന പോലെ കുട്ടിയെ. പിന്നെന്താ നിങ്ങൾ പേടിയായിട്ടാ? അതുകൊണ്ട് അങ്ങനൊന്നും പറയല്ലേ.
അതൊന്നും എനിക്ക് ഓർമ്മയും കൂടില്ല ഞാൻ എന്താ കാട്ടിയതെന്നുള്ളത്. ഓർമ്മ ഉണ്ടാവില്ല, അതൊക്കെ ഓർമ്മയാക്കി തരാം. അതൊക്കെ ഉമ്മ അനുഭവിച്ചവരും മറക്കൂലല്ലോ. ആ പെണ്ണെന്ന് എത്ര കണ്ണീര് കുടിച്ചിട്ടുണ്ടാവും, ആ ചെക്കൻ എത്ര ഇടങ്ങാറായിട്ടുണ്ടാവും. അവരൊരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണ്, നിങ്ങൾക്ക് പ്രഷർ കൂടുകയാണ്. എവിടെ പോയി കിടക്കടാ പെൺകോന്തൻ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓനങ്ങോട്ട് പറഞ്ഞ് ഇടങ്ങാറാക്കി. എത്രയാ ഉമ്മ നിങ്ങൾ ചെയ്തത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ ആത്മാവിനോടൊന്ന് ചോദിച്ചു നോക്കി, ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്നുള്ളത്. നിങ്ങളെ പെറ്റ മകനെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്? ഉമ്മ ഒരു സത്യം കൂടി എനിക്ക് പറയാണ്ട്. ആ സത്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ എന്തായിരിക്കും നിങ്ങളെ അവസ്ഥ? എന്താണ്? ഒരിക്കലും ഞാൻ നിങ്ങളുടെ സ്വന്തം മരുമകളല്ല, സിനാൻ എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള യഥാർത്ഥ സത്യം പറയുവാൻ വേണ്ടി അതാ ഷാഹിന ഒരുങ്ങുന്നു. പക്ഷേ അവൾ തന്നെ വിചാരിക്കുന്നു, വേണ്ട, കുറച്ചുകൂടെ അങ്ങനെ പോട്ടെ, കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാം പുറത്തായതിനു ശേഷം പറയാം. അല്ലെങ്കിൽ ഒരു പക്ഷേ എന്നെ എങ്ങനെയെങ്കിലൊക്കെ ഇവിടുന്ന് പറഞ്ഞേക്കാനോ എന്തെങ്കിലുമൊക്കെ നോക്കും. തൽക്കാലം ഇവിടെ ഇങ്ങനെ തന്നെ പിടിച്ചു നിൽക്കട്ടെ. സിനാൻ്റെ ഉത്തരവ് കിട്ടിയിട്ടില്ല, തൽക്കാലം ഇവിടെ തന്നെ നിൽക്കട്ടെ. ആദ്യം ഉമ്മയുടെ എല്ലാ കള്ളത്തരങ്ങളും കള്ളികളും പൊളിച്ചടുക്കി എല്ലാം നിരപരാധികളൊക്കെ രക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി എൻ്റെ റോള് അവസാനിപ്പിച്ച് ഞാനിവിടുന്ന് പോകും. അപ്പോഴേക്കും റഷീദ് ഉമ്മ എന്ന വ്യക്തി അത് പശ്ചാത്തപിച്ച് മടങ്ങണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ തെറ്റുകളും അവർ തന്നെ ഏറ്റു പറയണം. ഷാഹിന ദയനീയമായി അതാ അവർ വിളിക്കുന്നു. ഷാഹിന ഈ പോവല്ലോ, ഈ പോയാൽ ശരിയാവില്ല. എന്താ ഉമ്മ, നിങ്ങളായിട്ട് എല്ലാവരും പറഞ്ഞയച്ചു, എനിക്ക് എൻ്റെ ആവശ്യത്തിന് പോകാതിരിക്കാൻ വയ്യ. തൽക്കാലം ഞാൻ വീട് പുറത്തേക്ക് പൂട്ടിപ്പോയിക്കോളാം. വേണ്ട, അത് നിൽക്കല്ലേ. ഈ അപ്പുറത്ത് വീട്ടിലത്തെ ആ കുട്ടീനെങ്കിലും ഒന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറയുമോ? എനിക്ക് പേടിയോണ്ടാണ്, എനിക്ക് പേടിയായിട്ടാണ്. ആരെ കിട്ടാനേ? ഇവിടെ വലിയ വീടും പറമ്പുള്ള സ്ഥലത്തേക്കൊന്നും ഒരാളെയും കിട്ടൂല. ഇത്രങ്ങാനും ഇവിടുത്തെ അയൽവാസി എത്ര കുറച്ച് വിട്ടാണ്. അവരൊക്കെ ഇവിടെ വന്ന് നിൽക്കുമോ? അതുമല്ല ആരും ഇല്ലാത്ത, അതുമല്ല ഇവിടെ നീ കള്ളം കയറിയെന്നോ അല്ലെങ്കിൽ മാല പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുട്ടിയും ഇവിടെ വരൂല. ഉമ്മ തൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഷാഹിന ഇജ്ജ് പോവല്ലേ? റഷീദ് ഉമ്മ കരയുകയാണ്. പോവല്ലേ കുട്ടിയെ, ഇജ്ജ് പോവല്ലേ, എനിക്ക് ബേജാറാണ്, എനിക്ക് പേടിയാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല. എന്താ ഉമ്മ, നിങ്ങൾ എൻ്റെ കൂടെ പോരി, അതായിരിക്കും നല്ലത്. നമുക്ക് നേരെ മുഹ്സിനയുടെ വീട്ടിൽ പോകാം. എന്നിട്ട് തെറ്റ് കുറ്റങ്ങളൊക്കെ നമുക്ക് ഏറ്റു പറയാം. പോവല്ലേ? ഷാഹിന ഇജ്ജ് എന്തിനാണ് ഇടങ്ങാറാക്കണം മനുഷ്യനെ? അങ്ങോട്ടൊന്നും പോയി ഒന്നും പറയല്ലോ, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇടങ്ങാറായി നിൽക്കണിപ്പോൾ. എൻ്റെ തലൻ്റെ ഉള്ളിൽ മുഴുവൻ തീയാണ്. എന്തെനിക്ക് പറ്റിയത് എനിക്ക് അറിയണില്ല. എൻ്റെ കൗത്തുത്ത മാലയും പോയി. ഉമ്മ നിങ്ങൾക്ക് എത്ര മാല വാങ്ങാനുള്ള സ്വത്ത് സമ്പത്തുണ്ട്? അതാണ് പോണേ പോട്ടെ, 5 പവൻ്റെ മാലല്ലേ? 5 പവനല്ലേടി അത് ഉമ്മ അതാണ് പറഞ്ഞത്. നമ്മൾ അനധികൃതമായ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ പഠിച്ചവനെ നഷ്ടപ്പെടുത്തും. നമ്മൾ ഒരാളുടെ ഒരു ഈർക്കിൽ പോലും എടുക്കാൻ പാടില്ല. അനുവാദമില്ലാതെ സമ്മതമില്ലാതെ നമുക്ക് പാടില്ല, ഹറാമല്ലേ? അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ സമ്പാദ്യത്തിൽ നിന്ന് പടച്ച റബ്ബ് പതുക്കെ അങ്ങനെ ഊറ്റിക്കൊണ്ടുപോകും, ഇല്ലാതാക്കി നമ്മളെ മിസ്കീന് വരെ ആക്കും. നമ്മൾ നല്ല ശ്രദ്ധിക്കണം എല്ലാത്തിനും. ഒരാളെ നമ്മൾ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും പാടില്ല. എന്ന് മാത്രമല്ല, നമ്മളെ ജീവിതത്തിൽ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കന്നെ വേണം. അതിപ്പോൾ ഒരു ഈർക്കിലാണെങ്കിലും ഒരാളുടെ എടുത്താലും ആന കട്ടാലും അടക്ക കട്ടാലും കള്ളൻ തന്നെ അറിയില്ലേ ഉമ്മ? ആരാണ് എടുത്തതോ? എടി അത് സിനാൻ തന്നെയാണ്, ഓളെ പണ്ടും പൈസയും. അപ്പോഴും ഉമ്മ അത് അനുവദിക്കുന്നേ ഇല്ല. എൻ്റെ റബ്ബേ, ഇത്രക്കായിട്ടും ഇതിൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളത്ത് വല്ലാത്തൊരു കസ്വത്തിൽ കൽബനാണ്. ഞാൻ പോവാണ്. അത് ഷാഹിന അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ റഷീദ് ഉമ്മ പോവല്ലേ പെണ്ണെ പോവല്ലേ, എനിക്ക് പേടിയാണ്, ബേജാറാണ്, ഇവിടെ നിൽക്കാൻ വയ്യ, എൻ്റെ കാലുകൊണ്ട് മണ്ടാൻ വയ്യ, എൻ്റെ കാല് കണ്ടില്ലേ കേടെന്നിട്ട് ഇപ്പോഴും ശരിയാണല്ലോ, എത്ര ദിവസമായി, ഇജ്ജ് പോവല്ലേ ഉമ്മ, നിങ്ങൾ കുറച്ചകത്ത് അവിടെ പൂട്ടി നിൽക്കി, ഞാൻ അപ്പം അങ്ങോട്ട് വരാം. റഷീദ് ഉമ്മ ഉറക്കെ നിലവിളിക്കുന്നു. ഷാഹിന പോകല്ലേ, ഉറക്കെ നിലവിളിക്കുന്ന ആ ഒരു ശബ്ദം ഷാഹിന കേട്ടപ്പോൾ
അവൾ തിരിഞ്ഞു നോക്കി. പഠിച്ചോനെ, ഞാൻ എന്തിനാ ഒരാളെ കഷ്ടപ്പെടുത്തുന്നത്? ഒരാളായിട്ട് കഷ്ടപ്പെടുത്താം. എനിക്ക് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കുറ്റം കിട്ടും. അതങ്ങനെ കരഞ്ഞതാ വിളിച്ചാർക്കണ്. ഞാൻ എന്താ ചെയ്യുക? വഴിയുണ്ട്. നേരിട്ട് ഫോണിൽ കൂടി തന്നെ കാര്യങ്ങൾ പറയണം. ഉമ്മാനെ പേടിച്ചിട്ടല്ലേ ഇതുവരെ സംസാരിക്കാതിരുന്നത്. ഇനിയിപ്പോൾ ധൈര്യമായി സംസാരിക്കാമല്ലോ. എനിക്ക് നിൻ്റെ ഇഷ്ടം പോലൊക്കെ ചെയ്യാം. ഉമ്മയുടെ ആ ഒരു കരച്ചിലും വിളിച്ചിലും കേട്ട് അതാ അവൾ തിരികെ നടക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.